ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ദുഃഖവെള്ളിയാണ്. ഏകദേശം ഒരു 10 മണിയായി കാണും. ഞങ്ങൾ പള്ളിയിൽ പോകാൻ വേണ്ടി റെഡിയായി. മെയിൻ ചടങ്ങൊക്കെ വരുന്നത് രാത്രിയല്ല, വൈകുന്നേരം ഒരു 3 മണിയൊക്കെ ആകുമ്പോഴാണ്. അതുവരെ പള്ളിയിൽ ഇന്നലെ പെസഹയുടെ ആ ഒരു ആരാധന കണ്ടിന്യൂ ചെയ്യും. നമ്മൾ രാവിലെ പോവും, പ്രാർത്ഥനയ്ക്കിരിക്കും, അത് കഴിഞ്ഞ് കഞ്ഞി കുടിക്കും, എന്നിട്ട് വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് വീണ്ടും നമ്മൾ മെയിൻ പ്രയറിന്. അപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ ഞങ്ങൾക്ക് 9 മണിക്ക് KCYM പ്രയർ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഞാൻ പോയി. ഇപ്രാവശ്യം അജിൽ നാട്ടിലില്ല, അജിൽ മാംഗ്ലൂരിലാണ്. അപ്പോൾ അവൻ അവിടെ ആയതുകൊണ്ട് ഞാൻ എപ്പോഴും അവൻ്റെ കൂടെ നടക്കുന്നതുകൊണ്ട് ഇപ്രാവശ്യം എനിക്ക് കൂട്ടില്ല. ആനിമോളും അമലയൊക്കെയാണ്. അമലയും ഓഫീസിൽ പോയി, ആനിമോളും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പതുക്കെ മടിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളിന്ന് രാവിലത്തെ ഫുഡ് മാത്രമേ ഇവിടെ വയ്ക്കൂല, അതും കടയിൽ നിന്നാണ് വാങ്ങണത്. അത് കഴിച്ചു ഞാൻ. ഇനി പള്ളിയിലായിരിക്കും ഫുള്ള്. ഉച്ചയ്ക്ക് കഞ്ഞി പള്ളിയിൽ നിന്നാണ് കൊടുക്കണം, നേർച്ചക്കഞ്ഞി. ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ ഗൈസ്. ഞാൻ കഴിക്കുമ്പോൾ എന്തെങ്കിലും വീഡിയോ എടുക്കാം, ഓർക്കുന്നെങ്കിൽ എടുക്കാം. അപ്പോൾ കഞ്ഞിയും പിന്നെ ഈവനിങ് ആ കഞ്ഞി തന്നെ നമ്മൾ കുടിക്കും. നൈറ്റും ആ കഞ്ഞി ബാക്കിയുണ്ടെങ്കിൽ അത് തന്നെ കുടിക്കും. എനിക്ക് തോന്നുന്നു ആ വലിയൊരു ചെമ്പിലൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. വൈകുന്നേരം ആയാലും കഞ്ഞിക്ക് ഒരു കുഴപ്പം പറ്റില്ല. അപ്പോൾ അത് തന്നെ ആയിരിക്കും ഇന്ന് ഫുൾ കുടിക്കുന്നത്. അപ്പോൾ അമ്മയും പൊന്നും റെഡി ആയിക്കൊണ്ടിരിക്കണേ ഉള്ളൂ. അപ്പോൾ റെഡിയായിട്ട് നമ്മൾ മുന്നൊരു ഒരുമിച്ച് പോകും ഗൈസ്. അപ്പോൾ നമ്മൾ ബ്ലാക്കൊക്കെ ഇട്ട് ഇറങ്ങി. നോക്കുമോളൂ ഗൈസ്, അമ്മ ഇട്ടേക്കുന്ന ഡ്രസ്സ് ഞാൻ വാങ്ങിച്ചെടുത്താണ്. കാണിക്കമ്മ, ഇത് ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ട് 1 വർഷമായി. അയ്യോ, പൊന്നു ഇട്ടേക്കുന്ന ഡ്രസ്സ് അമ്മ വാങ്ങിച്ചു കൊടുത്തതാണ്. പുതിയത് വാങ്ങുന്നില്ല അമ്മയ്ക്ക്? വേറെ ഇല്ല. ഞാൻ വീണ്ടും ഔട്ട്ഫിറ്റ് മാറ്റി. ഞാൻ രാവിലെ ഇട്ടിരുന്ന ചുരിദാർ അമ്മയ്ക്ക് പിടിച്ചില്ല. സാധാരണ അമ്മയാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അല്ലേ. പൊന്നു ഏത് ഡ്രസ്സുണ്ടെന്ന് അമ്മയാണ് തീരുമാനിക്കുന്നത്. പിന്നെ എൻ്റെ അടുത്ത് ഇടയ്ക്കൊക്കെ പറയാറുള്ളൂ. പിന്നെ രാവിലെ ഇട്ട് ഡ്രസ്സിൽ എന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നു, മാറ്റും. അങ്ങനെ ഞാൻ മാറ്റി ഈ ബ്ലാക്ക് ഇട്ട്. ഇത് പൊന്നുവിൻ്റെ ഡ്രസ്സാണ് ഗൈസ്. നമ്മൾ കാത്തിരുന്ന് കഞ്ഞി കുടിക്കാൻ വേണ്ടി പോവാണ്. എല്ലാവർക്കും ഭയങ്കര സന്തോഷം. ദുഃഖവെള്ളിയായിട്ട് ആനിമോൾ ടീച്ചറിന്റെ വെറൈറ്റി പോയിട്ട് മാറിയിട്ട് വരും. ബ്ലാക്ക് ആയിട്ട് വന്ന് 96 മോൾട്ട് കഞ്ഞി കുടിക്കാൻ സമയം ഇപ്പോൾ ഈ വെറൈറ്റി ഒക്കെ ഉണ്ട്. ആരും കഞ്ഞി കുടിക്കുന്നില്ല, എല്ലാവരും ഈ ഫൈൻസ് കഴിച്ചോണ്ടിരിക്കുന്നു. ആരാ മനസ്സിലായില്ലല്ലോ, വീഡിയോയിൽ എഴുതി കാണിക്കണം. ഇവിടെ കണ്ടിട്ടില്ലാത്ത കുട്ടിയ കേട്ടോ, നല്ല കമ്മല്. ഞാൻ +1 പഠിച്ചോണ്ടിരിക്കണത് വീണ്ടും ബാക്കി. എക്സാം കഴിഞ്ഞു. ബുക്ക് കിട്ടിയ നിനക്ക്? ബുക്ക് കിട്ടി പോടാ. ആനിമോൾ എന്തായാലും മഞ്ഞ ഇട്ടിട്ട് വന്ന് പോയി മാറ്റും. ഞാൻ മാറ്റും. കല്യാണി എന്താ കല്യാണത്തിന് വന്നതാണോ? ദുഃഖവെള്ളിക്ക് വന്നേനെ നീ? ദുഃഖമുണ്ട്, ഉള്ളിലാണ്. ഇത് നിശ്ചയിച്ച് ഇന്ന് പ്രസവിച്ച കുറിച്ചാണ് കേട്ടോ. പേരെന്താ? ഗൈസ്, ഞാനിന്ന് കമന്ററി വായിക്കുമെന്ന് പറഞ്ഞില്ലായിരുന്നു കേട്ടോ. ഒരു 3-4 പേജുണ്ട്, തെറ്റാതെ വായിക്കാം. ചിരിക്കല്ല, ഞാൻ തെറ്റാ. നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ വേണ്ട ആരാധിക്കണം. ഗൈസ്, അപ്പോൾ ഞാൻ ഇവിടുത്തെ കമൻട്രി വായിക്കാം. കുറേ വായിക്കാനുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് വന്നപ്പോൾ സമയമായി അങ്ങനെ വായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ 2 വായിച്ചു കഴിഞ്ഞു.
ബോയ് ഫ്രണ്ട് പറഞ്ഞു. ഇപ്പോൾ തൂമ്പാവ് പ്രദക്ഷിണം തുടങ്ങും. ഇപ്പം അവിടെ എല്ലാം പ്രിപ്പറേഷൻ നടക്കുവാണ്. ആൾക്കാരെയൊന്നും കാണിക്കില്ല അല്ലേ? വേണമെങ്കിൽ ജസ്റ്റ് കാണിച്ചു തരാം. ഇതങ്ങനെ എല്ലാവരും ഫ്രണ്ട് വെച്ച് ചെയ്ത ഒരു പ്രാവശ്യം കണ്ട് ഇവിടെ ചെയ്തിട്ടുണ്ടല്ലേ? ചെയ്തിട്ടുണ്ട്. വിജിലച്ഛനുള്ള സമയത്ത് നമ്മൾ അവിടെ ഇരുത്തിക്കൊണ്ടാണ് എല്ലാം ചെയ്തത്. കവറടക്കിയത് ഇരുത്തിക്കൊണ്ടാണ്. ഇത് അജിലിനെ മിസ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് മിസ് ചെയ്യില്ല. കുരിശുമലയിൽ നമ്മൾ നന്നായിട്ട് മിസ് ചെയ്തു. ഇവിടെയും ഇനി ഒരു 2 മണിക്കൂർ ഇവിടെ എല്ലാവരെയും പോസ്റ്റ് ആക്കുക. അത് കഴിഞ്ഞിട്ട് പ്രദക്ഷിണത്തിന് പോകാം അല്ലേ? മഴ ഞാൻ മറ്റേ വൈറ്റ് കാർഡ് നോക്കണം ചേച്ചി. ഇവിടെ ഫസ്റ്റ് ആയിട്ടാണ് ദുഃഖവെള്ളിക്ക് മഴ കാണുന്നത്. അല്ലെങ്കിൽ നല്ല ചൂടും വെയിലും ഒക്കെ അല്ലേ? ഒന്ന് ഓർമ്മ മഞ്ഞ ഡാഡിയോടെ നിൽക്കുന്നത് 2 പല്ല് കിട്ടി. ഞങ്ങളിപ്പോൾ ചായ കുടിച്ചിട്ട് വന്നതേ ഉള്ളൂ. ചായ അല്ല, ജ്യൂസ് കഴിച്ചിട്ട് വന്നേ ഉള്ളൂ. ഇവിടെ കുറേ പേര് ചായ കുടിക്കാനൊന്നും പോയിട്ടില്ലായിരുന്നു. അപ്പോൾ അവരൊക്കെ സമരം ചെയ്തിട്ട് ഇപ്പം തന്നെ ബന്നും കാപ്പി ഇവിടെ വരുന്നു. അതേ സാധനം എങ്ങനെയാണ് കൊടുക്കുന്നത്? പോയിട്ട് വന്ന് തളർന്ന് വരുമ്പോഴാണ് സാധാരണ ബന്നും കാപ്പിയും കൊടുക്കുന്നത്. അപ്പോൾ അവിടെ സൈഡിൽ കുറേ ആൻറ്റിമാർ പ്രതിഷേധിച്ചിട്ട് എല്ലാവർക്കും ബന്നും ചായ ഇപ്പം തന്നെ കൊടുക്കും. എന്നെ ആനിമോളെയാണ് കൂടാൻ വിളിച്ചത് അല്ലേ? അതെ, നമ്മളിപ്പോൾ പുറത്ത് പോകുന്നതായിരുന്നു. അങ്ങനെ നമ്മുടെ തൂമ്പാവ് പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞു. കബറടക്കം കഴിഞ്ഞു. പള്ളിയിലെ ചടങ്ങൊക്കെ എല്ലാം ഒഫീഷ്യലി തീർന്നു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് നമ്മൾ പുല്ലുവിളയിലാണ് പോകുന്നത്. നമ്മുടെ അച്ഛൻ്റെ പള്ളിയാണ് പുല്ലുവിള. സൗണ്ട് ഒന്നാതെ കേട്ടോ. ശരിക്കും ഇവിടെ വെച്ചാൽ മതിയല്ലേ? വെട്ടില്ല. അപ്പം നമ്മളിനി പുല്ലുവിളയിലാണ് പോകുന്നത്. നമ്മുടെ അച്ഛൻ്റെ പള്ളി അവിടെയാണ്. അപ്പം അച്ഛൻ ഞങ്ങളെല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട്. ഇനി അവിടെ പോയിട്ട് കഞ്ഞി അവിടെയും കഞ്ഞി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ പാപ്പാൻ്റെ കഞ്ഞി വിൽക്കുന്നുണ്ട്. അത് ഭയങ്കര നല്ല കഞ്ഞി മാത്രം നല്ല ടേസ്റ്റ്. ഓക്കെ, അത് പിന്നെ പറയാം. അപ്പം ഞങ്ങളിനി പുല്ലുവിളയിൽ പോകുമ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റോറേജ് ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. സ്പേസ് കുറവാണ് ഗൈസ്. ഇപ്പം തന്നെ ചെയ്യുന്നതായിരിക്കും. ഞാനാണ് ട്രൈപോഡ്. അതെ അതെ. ഓക്കെ, ബൈ. അപ്പോൾ നമ്മൾ പുല്ലുവിള പള്ളിയിലെത്തിയിട്ടുണ്ട്. ഇത്ര നേരം ചത്ത ഉറക്കുക ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അച്ഛൻ്റെ അമ്മയാണ് വീടിൻ്റെ സ്ഥലം, പള്ളിയുടെ സ്ഥലമൊക്കെ കാണിക്കുന്നത്. നമ്മൾ അങ്ങോട്ട് പോകണം. ഇവിടെ ശരിക്കും ഭയങ്കര വൈബ് കേട്ടോ. നമ്മളിവിടെയൊക്കെ ദുഃഖവെള്ളി കഴിഞ്ഞ് പള്ളിയിലെ ചടങ്ങൊക്കെ കഴിഞ്ഞ് എല്ലാവരും കിടന്നുറങ്ങി വീട്ടിലൊക്കെ പോകും. ഇവിടെ രാത്രി ഫുൾ ഓണാണ് ഗൈസ്. അപ്പോൾ ഇത്രയും നേരം നമ്മളൊരു വീടൊക്കെ ഉള്ളൊരു സ്ഥലത്തായിരുന്നു. ശരിക്കും അതിൻ്റെ ആ ഒരു ഇടവഴി കൂടെ വന്നപ്പോഴത്തേക്കും നമ്മുടെ പള്ളിയുടെ ആ ഒരു ഏരിയ. പള്ളി എവിടെയാണെന്ന് അറിയത്തില്ല. പള്ളി എവിടെ? കുരിശ് മാത്രം നമുക്ക് കാണാം. കുരിശടിതോ അവിടെ? അയ്യോ, ഇവിടെ ഇരിക്കും. എടി വട്ട് കിഴങ്ങ്, നിനക്ക് പള്ളി വെച്ച് നിനക്ക് പോയിട്ട് വന്നൂടെ? ഉറങ്ങിയപ്പോ സ്വപ്നത്തിൽ ഞാനും ആനിമോളൊക്കെ പോയിട്ട്, അല്ലെങ്കിൽ ആ വീട്ടിൽ വെച്ചെങ്കിലും പറഞ്ഞൂടെ അച്ഛൻ്റെ. ഗൈസ്, ശ്രീക്ക് മുള്ളാൻ മുട്ടുന്നു. അയ്യോ, ഇങ്ങോട്ട് കാണിക്കൂ. ഇവിടുത്തെ വൈബ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. നമ്മളവിടേക്ക് ഭയങ്കര ബോറാണ് കേട്ടോ. ദുഃഖവെള്ളി കഴിഞ്ഞിട്ടുള്ള രാത്രി ഭയങ്കര ബോറാണ്. പക്ഷെ ഇവിടെ ആൾക്കാർ ആരും ഉറങ്ങുന്നില്ല. ഇപ്പം ഏകദേശം ഒരു 11-10 ആയിക്കാണ്. 10:30ക്കും ഇവിടെ ഫുൾ ആൾക്കാർ ഇതായി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പ്രദക്ഷിണം വരാൻ വേണ്ടിയിട്ട്. ശരിക്കും ഇങ്ങനെ ഇതെന്നെ നിശ്ചയിച്ച് പറഞ്ഞതാണ്. കള്ളാണോന്ന് എനിക്കറിയത്തില്ല. ഇത് ശരിക്കും തൂത്തൂരിൽ നിന്ന് വരുന്നതാണെന്നാണ് പറയുന്നത്. ഇന്ന് വരുന്നൊരു സംഭവം നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പോഴേ മനസ്സിലാവും. ലൈറ്റ് ഇതോ അറ്റം വരെ ഉണ്ട്. ഇതിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നതിനെ കാട്ടി കുറച്ചും കൂടെ
ഭയങ്കര വൈബായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി എല്ലാവരുടെ അഭിപ്രായം ചോദിക്കും. നല്ല കാറ്റുമുണ്ട്. അയ്യോ നല്ല കച്ചനെ റീക്കും മുള്ളാൻ മുട്ടുന്നത്. ഇവിടെയാണ് വിലസുന്നത്. ഇവിടെ ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കുന്ന ഇവിടെ അച്ഛന്മാർക്ക് നടക്കാൻ വയ്യ. നമ്മൾ പോകുന്നുണ്ടെങ്കിൽ മാമിനെ വിളിച്ചോണ്ട് വരും. കാരണം ഇവിടുത്തെ ഒരു അതെ ഒരു വലിയ ആളാണ്. ഇവിടുത്തെ ആൾക്കാർക്ക് വീട് വെക്കാൻ 2 ലക്ഷം കൊടുക്കുന്ന ആൾക്കാർക്ക് പാവപ്പെട്ട ആൾക്കാർ അതായത് ഭയങ്കര ഇഷ്ടമുള്ള ഇതാണ് പുല്ലുവിള കടൽ. അതെ ബീച്ച് ശരിക്കും നല്ല തണുപ്പുണ്ട്. അതാണ് റിയക്കും ശരിക്കും നിശ്ചയിച്ച് നമ്മള് പറ്റിച്ചാണ്. ഓരോ സ്ഥലത്ത് ഓരോ ബോർഡർ ഉണ്ട്. നമ്മുടെ പള്ളി നടക്കും പോലെ തന്നെ ഓരോ ഇവിടെ കുറച്ചും കൂടെ അധികം ഡെക്കറേഷൻ സ്ഥലമുണ്ട്, ആൾക്കാരും ഉണ്ട്. ഇത് ശരിക്കും പുല്ലുവിള പള്ളിയുടെയാണ്. ഇച്ചിരി വരെയാണ് ആയിട്ടുള്ള തൂമ്പാ പ്രദർശനം. ഇവിടെ ഈ പ്രദേശത്ത് ഓരോ പള്ളിയുണ്ട്. ഓരോ പള്ളിക്ക് ഓരോ ബോർഡർ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതെ ഞാനാണ് പറയുന്നത് അഭിനയിക്കൂ. അതിന്റെ അപ്പുറത്തെ ബോർഡർ വരുന്നത് പുല്ലുവിള അടിമലത്തുറയാണ്. അവിടെയാണ് ഞങ്ങൾ പണ്ട് പോകുന്ന പള്ളി. പിന്നെ അങ്ങോട്ട് പോവാണെങ്കിൽ പള്ളം അങ്ങനത്തെ സ്ഥലമൊക്കെയാണ്. അതിന് നടുക്ക് വരുന്നതാണ് പുല്ലുവിള. ഇത് ശരിക്കും കൊച്ചുതറ വലിയതറ അപ്പൊ അതൊക്കെ നമുക്കറിയാം. കൊച്ചുതറ വലിയതറ അടിമലത്തുറ അറിയാം, പുല്ലുവിള അറിയാം. അപ്പുറത്തും ഇതുപോലെ പ്രദക്ഷിണം നടക്കുന്നുണ്ട് അല്ലേ? അതാണ് പക്ഷെ പുല്ലുവിളയുടെ ബൗണ്ടറി. അതെ ഇവിടം വരെയുള്ളൂ. ഇത് കഴിഞ്ഞാതെ സ്റ്റേജ് ഒക്കെ കെട്ടിയിരിക്കുന്നത്. ഇവിടുന്ന് വളയും ഇങ്ങനെ കറങ്ങി ഇങ്ങനെ പോകും തിരിച്ചു എന്നാണ് നമ്മുടെ ഒരു ഇത്രയും നേരം ഇവിടെ ഇരുന്ന ആൾക്കാര് ഫുൾ ലൈൻ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് ഏതോ ഒരു റെഡ് കളർ കാണാം. ആ സാധനമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തൂമ്പാവ് ദേ ഇവിടം വരെ എത്താറായി. ഇതിപ്പോ എല്ലാം എന്താടി ഗൈസ് അങ്ങനെ നമ്മള് ലൈനായിട്ട് നിൽക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ നമുക്ക് പിന്നെ കിട്ടൂല. എല്ലാവരും നിന്ന് ശരിക്കും അച്ഛൻ്റെ സ്ഥലമാണ്. നിശ്ചയിച്ചേക്ക് ഇവിടെ കുറേ കമ്പനിയാണ്. അപ്പം അച്ഛൻ വിചാരിക്കും ഇതിനെയൊക്കെ കൊണ്ടുവരണ്ടെന്ന്. എന്നെയും കട്ടി കമ്പനിയോട്. നിശ്ചയിച്ചേക്ക് ഈ ലോകത്തുള്ള എല്ലാവരും അറിയാം. നിശ്ചയിച്ചിയുടെ സ്റ്റാറ്റസ് വഴി ഞങ്ങൾ ഫേമസ് ആണ്. അതെ ഇവളല്ല ഇത് മെയിൻ. നമ്മുടെ പള്ളിയിൽ ചുരിദാറൊക്കെ ഇട്ടിട്ട് വരുമ്പോൾ ആഡംബരമായിട്ട് തോന്നും. പക്ഷെ ഇവിടെ പാർട്ടി വേറിട്ടിട്ട് പെമ്പിള്ളേര് വരുന്നുണ്ട്. നമ്മൾ അത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര സിമ്പിളാണ് അല്ല ആനി? അമ്മ സിമ്പിൾ. വലിയ കമ്മലൊക്കെ ഇട്ടിട്ട് വരും. ഭയങ്കര ആഡംബരമാണ്. പക്ഷെ ഇവിടെ വന്നിരുന്നെങ്കിൽ പിടിച്ചു നിന്നേനെ. അതന്നെ